ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പലരും വലിച്ചെറിയുന്ന ചെറിയ ചെറിയ വേസ്റ്റുകൾ അടിഞ്ഞുകൂടി വലിയ വേസ്റ്റ് കൂമ്പാരമായി മാറുന്നു. അത് ഈ പ്രകൃതിയെയും ജനങ്ങളെയും എന്തുമാത്രം രീതിയിൽ ബാധിക്കുന്നു. മീഡിയ മേറ്റ്സ് നാച്ചുറൽ ഫോട്ടോഗ്രാഫീസ് ക്ലബ്ബ് നടത്തുന്ന ജലസമാധി എന്ന ബോധവൽക്കരണത്തിന്റെ ഫോട്ടോ പ്രദർശനം ഇവിടെ തീരുന്നില്ല. തിരുവനന്തപുരത്തെ ആർട്സ് കോളേജിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ, അതോടൊപ്പം അവിടുത്തെ സ്റ്റുഡൻസിന്റെ പ്രതികരണവും കാണാം. ഞാൻ PG സെക്കൻഡ് ഇയർ ആർട്സ് കോളേജ് വിദ്യാർത്ഥിയാണ്. അനലിറ്റിക്കൽ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. ഈ മീഡിയ മേറ്റ്സിൻ്റെ ഈ ഫോട്ടോസ് കാണുമ്പോഴത്തേക്കും ആക്ച്വലി സത്യം പറഞ്ഞാൽ വിഷമം തോന്നുകയാണ്. കാരണം നമ്മുടെ ഏരിയസിൽ ഈച്ച് ആൻഡ് എവറി ഏരിയാസ് ഇവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഏരിയാസിലും ഇത്രയും വേസ്റ്റാണ് ഡംപ് ചെയ്തിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് ആർട്സ് കോളേജ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്ത് തന്നെ നമുക്ക് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഇത് കണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ബോധോദയം ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഇത് കാണുന്ന 100% ഈ കോളേജിലുള്ള 1% ആർക്കെങ്കിലും ഉറപ്പായിട്ടും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു അവയർനെസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. നമ്മൾ ഓരോരുത്തരും, ഇപ്പം ഞാൻ പോലും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാം, പക്ഷേ ഇന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ ഉണ്ടാവണം എന്നുള്ളത്. അതുകൊണ്ട് ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥി ഇനി ഇതിനെതിരെ പോരാടാൻ വേണ്ടി തീരുമാനിക്കുമെന്ന് ഇന്ന് എനിക്ക് ഈ പിക്ചേഴ്സ് കണ്ടപ്പോൾ തോന്നുന്നു. കാരണം ഓരോ ചെറിയ വേസ്റ്റും ഇന്ന് ഒരു മനുഷ്യൻ്റെ മരണത്തിന് വരെ കാരണമായ ഒരു സംഭവമാണ്. അപ്പം അതിനെതിരെ നമ്മളായിട്ടുള്ള രീതി, നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഈ വീഡിയോസ് കണ്ടപ്പോൾ തോന്നി, ഈ ഫോട്ടോസ് കണ്ടപ്പോൾ തോന്നി. അതുകൊണ്ട് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇവിടെ ഒരുക്കിയ മീഡിയ മേറ്റ്സിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. അതായത് നമുക്കറിയാം പ്ലാസ്റ്റിക് കുറേ നമ്മളിങ്ങനെ നിക്ഷേപിക്കുന്നുണ്ടെന്നറിയാം, പക്ഷേ ഇത്രത്തോളം അതിൻ്റെ കാഠിന്യം ഉണ്ടെന്ന് നമുക്കിത് കണ്ടപ്പോഴാണ് മനസ്സിലായി. നമ്മൾ അങ്ങോട്ട് എക്സിബിഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ടോപ്പിക് എന്നറിയില്ല, സബ്ജക്റ്റ് എന്നറിയില്ല, ജസ്റ്റ് വന്നതാണ്, ജസ്റ്റ് നമ്മൾ കുറച്ച് ടൈം പാസ് ചെയ്തിട്ട് അത് ചെന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മളെല്ലാവരും കുറച്ചൊരു സാറ് വരുന്നതിന് മുന്നേ ആയാലും ഇപ്പോൾ തൊട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഇതിനെന്ത് ചെയ്യാം. ഇങ്ങനെ ഇത്രയും പ്ലാസ്റ്റിക് വരുന്നത് നമ്മുടെ ഫ്യൂച്ചർ തലമുറയ്ക്ക്, നമ്മളിപ്പോൾ ഇവിടെ ഓക്കെ നമ്മളെങ്ങനെയെങ്കിലും ജീവിച്ച് പോകുമായിരിക്കും, പക്ഷേ നമുക്കിനി വരുന്ന ഫ്യൂച്ചർ തലമുറ അവർ ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുമെന്നൊന്ന് അറിയാൻ വയ്യ. അപ്പം നമ്മൾ അതുകൊണ്ട് ആലോചിച്ച് ഇതിനെ റെക്ടിഫൈ ചെയ്യാൻ എന്ത് നമുക്ക് മാർഗ്ഗങ്ങളെടുക്കാം. അതുകൊണ്ട് സാറിൻ്റെ ചോദിച്ചാൽ നമുക്കിങ്ങനെ ഹെൽമെറ്റ് വെക്കാത്തപ്പോൾ നമ്മൾ ഫൈൻ അടിക്കുന്നുണ്ട്. അതുപോലെ സ്ട്രിക്റ്റായിട്ട്, ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ MVD എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹെൽമെറ്റിന് വേണ്ടിയിട്ട് തന്നെ MVD എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്, അവർ അത് നല്ലതായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ ഈ പ്ലാസ്റ്റിക് കളയാൻ അത്രയ്ക്കും സ്ട്രിക്റ്റായിട്ട് അത് കണ്ടാൽ തന്നെ അപ്പം തന്നെ ഒരു 1000 10,000 എത്രയെന്ന് വെച്ചാൽ ഫൈൻ അടിച്ച് കൊടുക്കണം. അത്രയ്ക്കും ഒരു സ്ട്രിക്റ്റായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആൾക്കാർ ഒരു പകുതിയോളം കുറയാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ഫുള്ളായിട്ട് കുറയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, എങ്കിലും കുറയും. പിന്നെ കുറേയൊക്കെ നമ്മുടെ വലിയ വലിയ ഫാക്ടറീസ് തരാം, അവർക്ക് തന്നെ കുറേ പിടിപാട് കാണും. അതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഐഡിയ ഇല്ല, നമ്മളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ അധികകാലം കാണത്തില്ല. ഐ തിങ്ക് വയനാട് പോലും ലാൻഡ് സ്ലൈഡും അതും ഇതും വരുന്നതെല്ലാം നമ്മുടെ മനുഷ്യൻ്റെ ഒരു കാര്യം കൊണ്ടാണ്, നമ്മൾ ചെയ്തതിൻ്റെ ഇമ്പാക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ നമ്മളുണ്ടാവോ, നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടാവോ, നമുക്കിവിടെ നമ്മൾ ഈ മനുഷ്യവംശം തന്നെ കാണുമോ എന്ന് തന്നെ നമ്മൾ സംശയിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഇത് ചെയ്യത്തില്ല. നമ്മൾ പൊതുവേ കുറച്ച് നമുക്ക് പഠിക്കുന്ന കുട്ടികളാണ് കുറച്ച് അവയർനെസ് ഉണ്ട്, എങ്കിലും ബാക്കിയുള്ള ജനങ്ങളിലും കൂടി ഇത് എത്തിക്കുക, അവരും കൂടി ഇതൊക്കെ അറിയുക. അപ്പം മൊത്തത്തിലൊരു അവയർനെസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഇത് നല്ലതായിരുന്നു, നമ്മൾ കുറേ ചിന്തിച്ചു, കുറേ നല്ല പരിപാടി, ഇത് എല്ലായിടത്തും വയ്ക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട്. ഈ മീഡിയ മേറ്റ്സ് ആർട്സ് കോളേജിൻ്റെ 100ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഫോട്ടോഗ്രാഫ് എക്സിബിഷൻ വാസ്തവത്തിൽ നമ്മളെ കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവമാണ്. കാരണം ഒരു ദൃശ്യത്തിന് ആയിരക്കണക്കിന് വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നതിനേക്കാളും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളതാണ്. ഒരു ദൃശ്യം കണ്ടാൽ മതി നമ്മൾ എന്തുമാത്രം ദയനീയമായ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹിക പാരിസ്ഥിതിക ജീവിതം എങ്ങനെ ആണ് എന്ന് മനസ്സിലാക്കാം. വാസ്തവത്തിൽ നമ്മുടെ ചുറ്റുപാടുകളുടെ ഒരു ഒറ്റ തീമാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, മാലിന്യ പ്രശ്നങ്ങൾ വാക്കുകളെക്കാളും എത്രയോ ശക്തിമത്തായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫിയിലൂടെ വാസ്തവത്തിൽ ഈ ഫോട്ടോഗ്രാഫേഴ്സിനെ മീഡിയ മേറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ എത്ര അഭിനന്ദിച്ചാലും അവരോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ പറയട്ടെ, അവരെ തൊഴുകയോടുകൂടി അവരെ അഭിനന്ദിക്കുന്നു. കാരണം ഇതിനകത്തുള്ള 100 കണക്കിന് ഫോട്ടോസിൽ ഒരു ഫോട്ടോ മതി നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ. നമ്മുടെ ഉള്ളിലെ സാമൂഹിക ജീവിയുടെ, നമ്മുടെ ഉള്ളിലെ മാനുഷിക മൂല്യങ്ങളെ ഉണർത്താൻ ഒരൊറ്റ ഫോട്ടോ മതി. അത്രയധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഫോട്ടോസാണ് ഇവരിവിടെ നമുക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായും ഒരു ഒന്നാന്തരം
എഡ്യൂക്കേറ്റിംഗ് പ്രോസസ്സാണ്. നമ്മുടെ കുട്ടികളെ നന്നായി അല്ലെങ്കിൽ മുതിർന്നവരെയും ഒരുപോലെ നന്നായി ബോധവൽക്കരിക്കാനായിട്ട് ഉപകരിക്കുന്ന ഒന്നാണ്. ഇത് വാസ്തവത്തിൽ എല്ലാ കലാലയങ്ങളിലും സ്കൂളിലും കോളേജിലും റെസിഡൻഷ്യൽ അസോസിയേഷൻസിലും കൂടി ഇത് ജനങ്ങൾ എവിടെയൊക്കെയാണോ ഒന്നിച്ചു ചേരാൻ സാധ്യതയുള്ളത് അവിടങ്ങളിലെല്ലാം ഈ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടത്തണമെന്നുള്ള അപേക്ഷയോടുകൂടി അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.